അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയാണ് മക്കളെ വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും റാഹത്താണെന്ന് വിചാരിക്കുന്നു. അപ്പം നാം ഇപ്പോൾ നജ്ജാഷിയുടെയും വളുയൂഫുഹു നജ്ജാഷി വളുയൂഫുഹു, നജ്ജാഷിയും അദ്ദേഹത്തിൻ്റെ അതിഥികളും എന്നുള്ള പാഠത്തിലാണ് നിൽക്കുന്നത്. മുസ്ലിങ്ങൾ ആദ്യമായിട്ട് പ്രയാസം ഏറ്റപ്പോൾ റസൂൽ എന്തായി അവരോട് ഹബശയിലേക്ക് ഹിജ്റ പോകാൻ വേണ്ടി കൽപ്പിച്ചു. അങ്ങനെ അവർ ഹബശയിലേക്ക് പോകുന്ന കഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ റസൂൽ എന്തായി അവരോട് ആദ്യ ടീമിനോട് പോകാൻ പറഞ്ഞവരും ഹബശയിലേക്ക് പോയി. ഇടയ്ക്ക് എന്തായി മക്കയിലെ കാഫിങ്ങൾ എന്തായിട്ടുണ്ട്, മുസ്ലിങ്ങളായിട്ടുണ്ടോ എന്നുള്ളൊരു കള്ളവാർത്ത കേൾക്കുകയും മക്കയിലേക്ക് തിരിച്ചവർ ഇടയിൽ വെച്ചിട്ട് ഇത് കള്ളവാർത്തയാണെന്നുള്ളത് അറിയുകയും കുറേ ആളുകൾ ഹബശയിലേക്ക് തന്നെ തിരിച്ചു പോവുകയും കുറച്ച് പേർ മാത്രം മക്കയിൽ താമസിക്കുകയും ചെയ്തു. രഹസ്യമായി കയറിക്കൂടി താമസിക്കുകയും ചെയ്തു. പിന്നെയും വീണ്ടും മുസ്ലിങ്ങൾക്ക് മേലെ ആക്രമണം അയച്ചു വിട്ടപ്പോൾ വീണ്ടും ആളുകളോട് എന്തായി തങ്ങൾ ഹബശയിലേക്ക് പോകാൻ പറഞ്ഞു. അലി റളിയല്ലാഹുവിൻ്റെ കീഴിലൊക്കെ എന്തായി ജഅഫർ ബിൻ അബി താലിബിൻ്റെ കീഴിലൊക്കെ എന്തായി അവർ രണ്ടാമത്തെ സംഘവും ഹബശയിലേക്ക് പോയി. അങ്ങനെ ഈ പോയ ശേഷമുള്ള കഥയാണ് ഈ പറയാൻ പോകുന്നത്. അപ്പോൾ കൃത്യമായിട്ട് എല്ലാവരും കേൾക്കണം. ലമ്മ റഅത്ത് ഖുറൈശികൾ മനസ്സിലാക്കിയപ്പോൾ എന്താണ് മനസ്സിലാക്കിയത്? അന്ന അസ്ഹാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസ്ഹാബികൾ എന്തായിട്ടുണ്ട്? കത് അമിനു, അവർ നിർഭയരായിട്ടുണ്ട്, അവർ സുരക്ഷിതരായിട്ടുണ്ട്. അതുപോലെ എന്തുമായിട്ടുണ്ട്? വത്മഅന്നു, അവർ ശാന്തരുമായിട്ടുണ്ട്, അവർ എന്തായിട്ടുണ്ട്? സ്വസ്ഥമായി ജീവിക്കുന്നുമുണ്ട്. ബി അർദിൽ ഹബശ, ഹബശ ഭൂമിയിൽ എന്തായിട്ടുണ്ട്? അവർ ശാന്തമായ ജീവിതം നയിക്കുന്നുമുണ്ട് എന്നവർ മനസ്സിലാക്കിയപ്പോൾ പിന്നെ എന്ത് മനസ്സിലാക്കി? അന്നഹും, ആ മുസ്ലിമീങ്ങൾ എന്തായിട്ടുണ്ട്? തീർച്ചയായിട്ടും കത് അസ്വാബു, അവർക്ക് എത്തിച്ചിട്ടുണ്ട് ബിഹ, ആ ഹബശയിൽ ദാരൻ വ കറാറ, ദാരൻ വീടും വ കറാറ, ശാന്തമായ സുസ്ഥിരമായ ജീവിതവും എന്തായിട്ടുണ്ട്? അവർക്ക് അവിടെ എത്തിച്ചിട്ടുണ്ട്, ഹബശയിൽ മുസ്ലിമീങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് കാഫിരീങ്ങൾ മനസ്സിലാക്കിയപ്പോൾ, ഖുറൈശികൾ മനസ്സിലാക്കിയപ്പോൾ ഖുറൈശികൾ എന്തായി? ചർച്ച ചെയ്തു. ബൈനഹും, അവർക്കിടയിൽ അൻയബഅസ്, എന്താണ് ചർച്ച ചെയ്തത്? അൻയബഅസു, അവർ അയക്കാൻ വേണ്ടി മിൻഹും, ആ ഖുറൈശികളിൽ നിന്നും അയക്കാൻ. ആരയക്കാൻ? റജുലൈനി മിൻ ഖുറൈശിൻ, ഖുറൈശികളിൽ നിന്നുള്ള 2 പുരുഷന്മാരെ അയക്കാൻ അവർ തീരുമാനിച്ചു. എങ്ങനത്തെ പുരുഷന്മാരാണ്? ജൽദൈനി, നല്ല ദൃഢമനസ്കരായ 2 പുരുഷന്മാരെ അയക്കാൻ. എവിടേക്ക്? ഇലൽ നജ്ജാഷി, നജ്ജാഷിയിലേക്ക്. എന്തിനാ അയക്കണത്? ഫയറുദ്ദഹും, അവരെന്താകും? ഓല് പോയിട്ട് അവരെ തിരിച്ചു വിളിക്കും. ആ മുസ്ലിങ്ങൾ എന്താകും? തിരിച്ചു വിളിക്കും. അലൈഹിം, ആ ഖുറൈശികളുടെ മേൽ. അതായത് ഇവർ പോയിട്ട് എന്താകും? രാജാവിനോട് സംസാരിച്ച് ആ മുസ്ലിമുകളെ എല്ലാം ഹബശയിൽ നിന്നും മക്കയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തായി ഇവരിങ്ങനെ പോയി. എന്തിനാ തിരിച്ചു കൊണ്ടുവരുന്നത്? ഫയറുദ്ദുഹും, അവരെ തിരിച്ചു കൊണ്ടുവരും. അലൈഹിം, ഖുറൈശികളുടെ അടുത്തേക്ക്. എന്തിനാ തിരിച്ചു കൊണ്ടുവരുന്നത്? ലിയഫ്തുനൂഹും, അവരെ വീണ്ടും എന്താക്കാൻ വേണ്ടിയിട്ട്? പ്രയാസപ്പെടുത്താൻ, അവരെ വീണ്ടും ഫിത്നയിലാക്കാൻ, പ്രശ്നത്തിലാക്കാൻ വേണ്ടിയിട്ട്. ഫി ദീനിഹിം, അവരുടെ ദീനായ ഇസ്ലാമിൽ വീണ്ടും പ്രശ്നമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് തിരിച്ചു വിളിക്കുന്നത്. പിന്നെ എന്തിനും? ഇപ്പോൾ യുഖ്രിജൂഹും, അവരെ പുറത്താക്കാൻ വേണ്ടിയും. മിൻദാരിഹിം, അവരുടെ സ്വന്തം വീടുകളിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടുമാണ് തിരിച്ചു വിളിക്കുന്നത്. എങ്ങനത്തെ വീടാണ്? അല്ലത്തി, എങ്ങനത്തെ വീടാകുന്നു? ഇത്മഅന്നു, അവരെന്തായിട്ടുണ്ട്? സ്വസ്ഥരായി ശാന്തമായി ജീവിക്കുന്നുണ്ട്. ബിഹ, ആ വീടുകളിൽ. അമിനു ഫിഹ, അവർ സുരക്ഷിതരായിട്ടുമുണ്ട്. അങ്ങനത്തെ വീടുകളിൽ നിന്നും അവർ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് എന്തായത് അവർ പോകുന്നത്. ഫബഅസു, അങ്ങനെ അവർ അയച്ചു. ആരാണ് 2 പേര്? ഒന്നാമത്തത് അബ്ദുല്ലാഹ് ഇബ്നു അബി റബിയയാണ്, രണ്ടാമത്തത് അംറു ബിനുൽ ആസ് ബിനുൽ വായിലാണ്. അങ്ങനത്തെ 2 പേരെന്തായി അവർ അയച്ചു. വജമഉ, അവർ ഒരുമിച്ച് കൂട്ടി. ലഹുമ, അവർക്ക് 2 പേർക്കും വേണ്ടിയിട്ട്. അവരുടെ 2 പേരുടെയും കയ്യിൽ ഒരുമിച്ച് കൂട്ടിയത് ഹദായാലി നജ്ജാഷി, നജ്ജാഷിക്കും അതുപോലെ വലിയ ബത്താരിക്കത്തിഹി, അദ്ദേഹത്തിൻ്റെ മന്ത്രിമാർ. ബത്താരിക്കത്തും ബിത്തിരീക്കത്തും ജമ്മു ബത്താരിക്കത്ത് എന്ന് പറഞ്ഞാൽ എന്ത്? മന്ത്രിമാർ. ഹദായ, സമ്മാനങ്ങൾ എന്താക്കി? ഹദിയത്തും ജമ്മു ഹദായ, സമ്മാനങ്ങൾ എന്തായി? അവരുടെ 2 പേരുടെ കയ്യിൽ ഒരുമിച്ച് കൂട്ടി കൊടുത്തു. ആർക്ക് കൊടുക്കാനുള്ള? നജ്ജാഷിക്കും അവൻ്റെ മന്ത്രിമാർക്ക് കൊടുക്കാനുള്ള സമ്മാനങ്ങൾ എന്തായി? അവർ ഒരുമിച്ച് കൂട്ടിക്കൊടുത്തു. അമറൂഹുമ, അവർ ഖുറൈശികൾ എന്തായി? അവർ 2 പേരോടും കൽപ്പിച്ചു. ബി അംരിഹി, മുസ്ലിങ്ങളുടെ കാര്യങ്ങൾ എന്തായി? അവരോട് കൽപ്പിച്ചു. ഖാലു, എന്നിട്ട് ആ ഖുറൈശികൾ അവരോട് ലഹുമ, അവരോട് 2 പേരോടും പറഞ്ഞു. 2 പേര്? അബ്ദുല്ലാഹ് ഇബ്നു അബി റബിയയും അതുപോലെ അംറു ബിൻ ആസിനോട് എന്തായി? കൽപ്പിച്ചു, പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇദ്ഫാ ഇലാ കുല്ലി ബിത്തിരീക്കിൻ ഹദിയത്തുഹു, ഇദ്ഫാ, നിങ്ങൾ 2 പേരും നൽകണം. ഇലാ കുല്ലി ബിത്തിരീക്കിൻ, എല്ലാ ഓരോ മന്ത്രിമാർക്കും നൽകണം. എന്ത്? ഹദിയത്തുഹു, ഓരോ സമ്മാനം കൊടുക്കണം. ഓരോ സമ്മാനം ആദ്യം ആർക്ക് കൊടുക്കണം? മന്ത്രിമാർക്ക് കൊടുക്കണം. എപ്പോൾ? ഖബല അൻ തുകല്ലിമൻ നജ്ജാഷിയ,
ഫിഹിം കബലൻ തുക്കല്ലിമ നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നതിന് മുമ്പ് ആരോട്? നജ്ജാഷിയോട്. ഫിഹിം മുസ്ലിങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ നജ്ജാഷിയോട് സംസാരിക്കുന്നതിന് മുമ്പ് ആർക്ക് കൊടുക്കണം? അത് അവൻ്റെ മന്ത്രിമാർക്ക് കൊടുക്കണം. അപ്പോൾ സമ്മാനം നിങ്ങൾ ആദ്യമായി പോകുമ്പോൾ ആദ്യം ആർക്കാണ് കൊടുക്കേണ്ടത്? മന്ത്രിമാർക്കാണ് കൊടുക്കേണ്ടത്. മന്ത്രിമാർക്ക് കൊടുത്തതിന് ശേഷം മന്ത്രിമാരുടെ സപ്പോർട്ട് കൂടി എന്താകണം? നേടിയെടുക്കണം. എന്നിട്ടാണ് ആരുടെ അടുത്തേക്ക് പോകേണ്ടത്? നജ്ജാഷിയുടെ അടുത്തേക്ക് പോകേണ്ടത്. ഓക്കെ. എന്നിട്ട് സുമ്മ ഖദ്ദിമ എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും സമർപ്പിക്കണം നജ്ജാഷിയിലേക്ക് ഹദായാഹു അവൻ്റെ സമ്മാനങ്ങൾ, നജ്ജാഷിയുടെ സമ്മാനങ്ങൾ എന്താക്കണം? പിന്നീട് സമർപ്പിക്കണം. അപ്പോൾ ആദ്യം സമർപ്പിക്കേണ്ടത് മന്ത്രിമാർക്കാണ്, പിന്നീടാണ് ആർക്ക് സമർപ്പിക്കേണ്ടത്? നജ്ജാഷിക്ക് സമർപ്പിക്കേണ്ടത്. സുമ്മ എന്നിട്ട് സലാഹു എന്താക്കണം? രാജാവിനോട് അഭ്യർത്ഥിക്കണം. ഇസ്അല എന്നുള്ള ഇസ്അലു എന്നുള്ളതാണ് സലാഹു എന്നുള്ളത്. നിങ്ങൾ അവനോട് എന്താക്കണം? അഭ്യർത്ഥിക്കണം. അയ്യുസല്ലിമഹും മുസ്ലിമീങ്ങളെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇലൈക്കുമ നിങ്ങൾ രണ്ടുപേരിലേക്ക്. നിങ്ങൾ രണ്ടുപേരെന്ന് പറഞ്ഞാൽ അംറുബ്നാസും അതുപോലെ ആരും അബ്ദുല്ലാ ബിൻ അബി റബിയും. നിങ്ങൾ രണ്ടുപേരിലേക്ക് മുസ്ലിങ്ങളെ ഏൽപ്പിക്കണം. കബല അയ്യുക്കല്ലിമഹും എന്ത്? നിങ്ങൾ അവരോട് സംസാരിക്കും മുമ്പ്, അതായത് ആ കാഫിരീങ്ങൾ മുസ്ലിമീങ്ങൾ ഈ നജ്ജാഷിയോട് സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ എന്താക്കണം? ആ മുസ്ലിമീങ്ങളെ ഇവർക്ക് തിരിച്ചു കൊടുക്കണം, ആ കാഫിരീങ്ങൾക്ക് കൊടുക്കണം. അതായത് അഥവാ അവിടെ മുസ്ലിമുകൾ സംസാരിച്ചാൽ നജ്ജാഷി എന്താകും? ഇസ്ലാമിലേക്ക് ആകർഷിക്കും. അതുകൊണ്ടാണ് ഇവരെന്ത് പറഞ്ഞത്? നജ്ജാഷി എന്ത്? നജ്ജാഷിയോട് മുസ്ലിമീങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ എന്താകണം? ആ മുസ്ലിമീങ്ങളെ നിങ്ങളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കണം എന്നുകൂടി എന്താകണം? അഭ്യർത്ഥിക്കണം എന്ന് പറഞ്ഞത്. അങ്ങനെ ഫഖറജ അവർ രണ്ടുപേരും പുറപ്പെട്ടു. ഹത്താ ഖദിമാൽ നജ്ജാഷി അവർ നജ്ജാഷിയുടെ അടുത്തേക്ക് എന്തായി? പോയി. വൽ മുസ്ലിമൂന മുസ്ലിങ്ങൾ ഇന്ദഹു ആ നജ്ജാഷിയുടെ അടുത്ത് ബി ഖൈരി ദാരിൻ നല്ല ജീവിതം നയിക്കുകയാണ് അല്ലേ? ബി ഖൈരി ദാരിൻ നല്ല വീട്ടിലാണ്. ഇന്ദ ഖൈരി ജാരി നല്ലൊരു കൂട്ടുകാരൻ്റെ അടുത്താണ് അല്ലേ? ഫലം യബ്ഖാമിൻ ബത്താരിക്കത്തിഹി ആ നജ്ജാഷിയുടെ മന്ത്രിമാരിൽ നിന്ന് ഒരാളും ശേഷിച്ചില്ല. ബിത്തിരീക്കുൻ ഒരു മന്ത്രിയും ശേഷിച്ചില്ല. എങ്ങനെയല്ലാതെ ഇല്ലാ ദഫഅ ഇലൈഹി അവർ രണ്ടുപേരും നൽകിയിട്ടല്ലാതെ എന്ത്? ഇലൈഹി ആ മന്ത്രിയിലേക്ക് ഹദിയത്തുഹു തൻ്റെ സമ്മാനങ്ങൾ. അതായത് എന്തായി? എല്ലാവരും എന്തായി? ആ ഓരോ മന്ത്രിമാർക്കും തൻ്റെ സമ്മാനങ്ങൾ എന്തായി? വിതരണം ചെയ്തു. ഖബല അയ്യുക്കല്ലിമൻ നജ്ജാഷി അവർ രണ്ടുപേരും നജ്ജാഷിയോട് സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ എന്തായി? ഓരോ മന്ത്രിമാർക്കും അവരുടെ സമ്മാനങ്ങൾ കൊടുത്തു. ഫലം യബ്ഖാമിൻ ബത്താരിക്കത്തിഹി ബിത്തിരീക്കുൻ അവൻ്റെ നജ്ജാഷിയുടെ മന്ത്രിമാരിൽ നിന്നും ഒരു മന്ത്രിയും ശേഷിച്ചില്ല. ഇല്ലാ ദഫഅ ഇലൈഹി അവർ രണ്ടുപേരും ഓരോ മന്ത്രിമാർക്കും നൽകിയിട്ടല്ലാതെ ഹദിയത്തുഹു അവരുടെ സമ്മാനം ഖബല യുക്കല്ലിമ അവർ രണ്ടുപേരും സംസാരിക്കുന്നതിന് മുമ്പ് നജ്ജാഷിയോട്. അപ്പോൾ നജ്ജാഷിയോട് സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ എന്തായി? മന്ത്രിമാർക്ക് എല്ലാം സമ്മാനം നൽകി. എന്നിട്ട് വഖാല എന്നിട്ട് അവർ രണ്ടുപേരും പറഞ്ഞു ലികുല്ലി ബിത്തിരീക്ക് മിൻഹു അവരിൽ നിന്നുള്ള ഓരോ മന്ത്രിമാരോടും പറഞ്ഞു. എന്താ പറഞ്ഞോ? ഞങ്ങളുടെ നാട്ടിൽ നിന്ന് എന്തായിട്ടുണ്ട്? കുറച്ച് ആളുകൾ നിങ്ങളുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. കുറച്ച് പൊട്ടന്മാരാണ് ഓല ദീന് വിട്ടിക്കണ്. എന്നാൽ നിങ്ങളെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് എന്തായിട്ടില്ല, വന്നിട്ടില്ല. ഞങ്ങളെ ദീനായ എന്തായിട്ടുണ്ട്? ഞങ്ങളെ ദീന് കുഫ്രിയത്ത് എന്തായിട്ടുണ്ട്? ഉപേക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങളുടെ മതമായ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നിക്കണോ? അതുമില്ല. അപ്പോൾ പിന്നെ ഒന്ന് കാട്ടിക്കണേ പുതിയ മതേറ്റ് വന്നിരിക്കുന്നത്. ആ മതത്തെക്കുറിച്ചാണ് ഞങ്ങൾക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല. അങ്ങനത്തെ ഒരു മതേറ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലത്തെ നേതാക്കളൊക്കെ എന്തായിട്ടുണ്ട്? ഇവര് തിരിച്ചു വിളിക്കണം, സ്വന്തം മതത്തിലേക്ക് തിരിച്ചു വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങളവർക്ക് പറഞ്ഞയച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്താക്കണം? ഞങ്ങൾ രാജാവിനോട് എന്ത് പറയുമ്പോൾ ഇങ്ങനെ ഇവരെ തിരിച്ച് തരണം എന്ന് പറയുമ്പോൾ നിങ്ങൾ കൂടി എന്താക്കണം? ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അവരെ തിരിച്ചു തരാൻ വേണ്ടിയിട്ട്. അതായത് ആ മുസ്ലിമീങ്ങൾക്ക് നജ്ജാഷിയോട് സംസാരിക്കാനുള്ള ഒരു അവസരം കൊടുക്കുന്നതിന് മുമ്പേ എന്താകണം? ഞങ്ങൾക്ക് പോലെ തരണം. മുസ്ലിങ്ങൾക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം കൊടുക്കരുത്. അതാണ് ഞാൻ അവിടെ പറയുന്നത്. അപ്പോൾ കാലാലി കുല്ലി ബിത്തിരിക്കും മിൻഹു അവർ രണ്ടുപേരും ഓരോ മന്ത്രിമാരോടും പറഞ്ഞു ഇന്നഹു തീർച്ചയായും ഇല ബലദിൽ മലിക്കി ഈ രാജാവിൻ്റെ നാട്ടിലേക്ക് അഭയം പ്രാപിച്ചിട്ടുണ്ട് ഇൽമാനു സുഫഹ കുറച്ച് പൊട്ടന്മാരായ കുട്ടികൾ. അവർ കളിയാക്കി പറഞ്ഞ കുട്ടികൾ എന്നുള്ളത്. ഇൽമാനു സുഫഹ കുറച്ച് പൊട്ടന്മാരായ കുട്ടികൾ എന്തായിട്ടുണ്ട്? നിങ്ങളുടെ നാട്ടിലേക്ക് അഭയം പ്രാപിച്ചിട്ടുണ്ട്. ഫാറഖു അവർ എന്തായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട് ദീന കൗമിയും അവരുടെ സമൂഹത്തിൻ്റെ മതത്തെ എന്താക്കിയിട്ടുണ്ട്? അവർ ഒഴിവാക്കിയിട്ടുണ്ട്. വലം യദ്ഖുലു അവർ പ്രവേശിച്ചിട്ടുമില്ല എവിടെ ഫീ ദീനിക്കും നിങ്ങളുടെ ദീനിൽ.
അപ്പോൾ അവരുടെ മതം അവരുടെ നാട്ടിലെ മതം ഒഴിവാക്കുകയും ചെയ്തു. എന്നാൽ നിങ്ങളുടെ മതത്തിൽ പ്രവേശിച്ചിട്ടുമില്ല. മറിച്ചത് അവർ കാട്ടിയിരിക്കുന്നത് അവർ കൊണ്ടുവന്നിട്ടുണ്ട് ബി ദീനിൻ മുബ്തദ, പുതിയൊരു മതം. മുബ്തദ എന്ന് പറഞ്ഞാൽ പുതുതായി ഉണ്ടാക്കിയ ഒരു മതവുമായിട്ടാണ് അവർ വന്നിട്ടുള്ളത്, ആ മുസ്ലിങ്ങൾ വന്നിട്ടുള്ളത്. ലാലിഫുഹു, നമുക്ക് ആ മതത്തെ അറിയുകയില്ല, നെഹ്നു ഞമ്മക്കും അറിയില്ല, വല അനത്തും നിങ്ങൾക്കും അറിയില്ല. അങ്ങനത്തെ ഒരു മതത്താണ് ആ പൊട്ടന്മാരെന്തായിട്ടുള്ളത് വന്നിട്ടുള്ളത്. ഇപ്പോൾ മുസ്ലിങ്ങളെ കുറിച്ചാണ് പറയുന്നത്, മുസ്ലിങ്ങളെ കളിയാക്കി പറയാണ്. അങ്ങനത്തെ ഒരു പൊട്ട ദീനേറ്റാണ് ഓല് വന്നിരിക്കുന്നത്. വക്കത്ത് ബാസന, ഞങ്ങളെ അയച്ചിട്ടുണ്ട് ഇലൽ മലിക്കി, നമ്മൾ ഈ നജാശി രാജാവിൻ്റെ അടുത്ത് അയച്ചത് ഫീഹിം, അവരുടെ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളെ അയച്ചത് ആരാണ്? അഷ്റാഫ് കൗമിഹിം, അവരുടെ സമൂഹത്തിൽപ്പെട്ട ഉന്നതരായ ആളുകളാണ് ഞങ്ങളെ എന്തായിട്ടുള്ളത് അയച്ചിട്ടുള്ളത്. എന്തിനാണ്? ലി റുദ്ദഹും, അവരെ തിരിച്ചു വിളിക്കാൻ വേണ്ടിയിട്ട് ഇലൈഹിം, അവരിലേക്ക്, കാഫി എന്ന് മക്കയിലേക്ക് തന്നെ, മക്കയിലെ ഖുറൈശികളിലേക്ക് തന്നെ തിരിച്ചു വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിങ്ങോട്ട് ഒരു പറഞ്ഞയച്ചത്. ഫൈൻ കല്ലംനൽ മലിക്ക, ഞങ്ങൾ രാജാവിനോട് സംസാരിക്കുകയാണെങ്കിൽ, ഫീഹിം, ആ മുസ്ലിങ്ങളുടെ വിഷയത്തിൽ ഞങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ, അഷീറു, നിങ്ങളെന്താക്കണം? സൂചിപ്പിക്കണം, അലൈഹി, നമ്മുടെ നജാശി രാജാവിനോട്, ബിഐ യുസല്ലിമഹും ഇലൈന, ആ മുസ്ലിമീങ്ങളെ ഞങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ടാകണം. നിങ്ങളും കൂടി എന്താകണം? സൂചിപ്പിക്കണം. നിങ്ങളും കൂടി എന്താകണം? സപ്പോർട്ട് ചെയ്യണം. പിന്നെ എന്തിനും? വലായുക്കല്ലിമഹും, രാജാവ് ഒരിക്കലും ആരോട് സംസാരിക്കാൻ പാടില്ല, ആ മുസ്ലിം സമൂഹത്തോട് ഒരിക്കലും സംസാരിക്കാനും പാടില്ല. അതിനും കൂടി എന്താകണം? നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ എന്ത് പറഞ്ഞു? ഫ ഇന്ന കൗമഹും, അവരുടെ സമൂഹം, അതായത് ഇവരിങ്ങനെ കളവ് പറയാണ്. അതാ മുസ്ലിങ്ങളുടെ സമൂഹം എന്ന് പറഞ്ഞാൽ ഓരോ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓരോ ടീം തന്നെയാണ്. ഖുറൈശികൾ എന്താണ്? അലാബിഹിം, അവരിൽ ഏറ്റവും ഉയർന്നവരാണ് ഐനൻ, സ്ഥാനത്താൽ. അതുപോലെ ആലമു, ഏറ്റവും അറിയുന്നവരുമാണ്. ബിമ ആബു അലൈഹിം, അവർ ചെയ്തു കൂട്ടിയ ഓരോ പൊട്ടത്തരങ്ങളെന്താണ്? തെറ്റുകളും ഓൾക്ക് കൂടുതൽ അറിയാം. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്താക്കണം? രാജാവിനോട് ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കും, ഇവരെ തിരിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെന്താക്കണം? ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ അവരോട് പറഞ്ഞു. ഇപ്പോൾ കാലു, അപ്പോൾ മന്ത്രിമാരെന്തായി? ലഹുമ, നമ്മുടെ അബ്ദുല്ലാ റബിയയോടും അതുപോലെ അമറുൽ വാസിലിനോടും പറഞ്ഞു. എന്താ പറഞ്ഞത്? ഓക്കെ, ഞങ്ങൾ ഒക്കെ ചെയ്തുതരാമെന്ന് പറഞ്ഞു. സുമ്മ, പിന്നെന്താകും? ഇന്നഹുമ, അബ്ദുല്ലാഹി റബിയയും അമറുൽ വാസിലും എന്താകും? വായിലും കദ്ദമ, അവരെന്താകും? സമർപ്പിച്ചു. ഹദായാഹും, അവർ രണ്ടുപേരുടെയും സമ്മാനം. ഇലൽ നജാശി രാജാവിലേക്ക് എന്തായി? സമർപ്പിച്ചു. ഫ ഖബിലഹ, അതിനെ സ്വീകരിച്ചു. നജാശി രാജാവ് സ്വീകരിച്ചു. മിൻഹുമ, അവരിൽ നിന്നെന്തായി? ആ സമ്മാനം സ്വീകരിച്ചു. എന്നിട്ട് സുമ്മ കല്ലമാഹു, എന്നിട്ട് അവർ രണ്ടുപേരോട് എന്തായി? അവർ രണ്ടുപേരും ആ രാജാവിനോട് സംസാരിച്ചു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, അയ്യുഹൽ മലിക്കു, ഓ രാജാവേ, അതായത് മറ്റേ മന്ത്രിമാരോട് പറഞ്ഞ അതേ കാര്യങ്ങൾ എന്തായി? ഈ രാജാവിനോട് പറഞ്ഞു. എന്ത്? അയ്യുഹൽ മലിക്കു, രാജാവേ, ഇന്നഹു കത് അവ ഇല ബലദിക, നിന്റെ നാട്ടിലേക്ക് അഭയം തേടി വന്നിട്ടുണ്ട്. ഇൽമാൻ സുഫഹ, കുറച്ച് പൊട്ടന്മാരായ കുട്ടികളെന്തായിട്ടുണ്ട്? നാട് വിട്ട് നിങ്ങളുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഫാറൂഖ് അവർ ഒഴിവാക്കിയിട്ടുണ്ട്. ദീന കൗമഹിം, അവരുടെ സമൂഹത്തിൻ്റെ ദീൻ എന്തായിട്ടുണ്ട്? അവർ ഒഴിവാക്കിയിട്ടുണ്ട്. വലം യദ്ഖുലു ഫീ ദീനിക, എന്നാൽ അവർ പ്രവേശിച്ചിട്ടില്ല. ഫീ ദീനിക, നിന്റെ മതത്തിൽ എന്തായിട്ടില്ല, ഒരിക്കലും അവർ പ്രവേശിച്ചിട്ടില്ല. വജാഉ, അവർ വന്നിട്ടുണ്ട്. ബി ദീനിൻ ഇബ്തദഉഹു, പുതുതായി ഉണ്ടാക്കിയ ഒരു മതവുമായിട്ടാണ് അവർ വന്നിട്ടുള്ളത്. ലാ നഅരിഫുഹു, നാം അതിനറിയുകയില്ല. നെഹ്നു നമുക്കും അറിയില്ല, വല അനത്തും നിങ്ങൾക്കും അറിയില്ല. അങ്ങനത്തെ ഒരു മതമായിട്ടാണ് അവർ വന്നിട്ടുള്ളത്. വഖദ് ബഅസന ഇലൈക, ഞങ്ങളെ അയച്ചു. ഇലൈക, നിന്നിലേക്ക്. ഫീഹിം, അവരുടെ വിഷയത്തിൽ. ആരയച്ചത്? അഷ്റാഫ് കൗമിഹിം, അവരിൽപ്പെട്ട ഏറ്റവും ഉന്നത നേതാക്കളാണ് നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിട്ടുള്ളത്. ആമിൻ ആബാഇഹിം, അവരുടെ പിതാക്കൾ. ആമാബിയുടെ എളാപ്പന്മാർ. അഷാഹി, അവരുടെ കുടുംബക്കാർ. അവരിൽപ്പെട്ട ഉന്നത നേതാക്കളാണ് ഞങ്ങളെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിട്ടുള്ളത്. എന്തിനാണ് അയച്ചിട്ടുള്ളത് അറിയോ? തെറുദ്ദഹും, അവരെ തിരിച്ചു വിളിക്കാൻ വേണ്ടിയിട്ട്. ഇലൈഹിം, അവരിലേക്ക്, ആ ഖുറൈശികളിലേക്ക് തിരിച്ചു വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അയച്ചിട്ടുള്ളത്. ഫഹും അലാബിഹിം ഐന, അവരെന്താണ്? ഏറ്റവും സ്ഥാനങ്ങളിൽ ഏറ്റവും ഉയർന്നവരാണവർ. ആലോമിമ ആബു അലഹിം, അവർ ചെയ്ത് കൂട്ടിയ ഓരോ തെറ്റുകളൊക്കെ, ഏറ്റവും പൊട്ടത്തരങ്ങളെല്ലാം അറിയുന്നവരുമാണ്. വാത്തബൂഹും, അവരോട് ആക്ഷേപിക്കുന്നവരാണ് അവരിൽ. ഓക്കെ, ആത്തബ എന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കുക, ചീത്ത പറയുക. അപ്പോൾ അവർ ആക്ഷേപിച്ച കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയുന്നത് ആരുമാണ്? ഈ ആളുകളാണ്. അതുകൊണ്ട് എന്താകണം? അവരെന്തായാലും തിരിച്ച് നൽകണം. തിരിച്ചെന്തായാലും മക്കയിലേക്ക് തന്നെ തിരിച്ചു വിടണമെന്ന് നജാഷിയോട് ഇങ്ങനെ പറഞ്ഞു. ഇവരിങ്ങനെ പറയാം കേട്ടോ. അതായത് മൊത്തത്തിൽ പറയണം. അതായത് ഇവർക്ക് ഈ
രണ്ടുപേർക്കും അബ്ദുല്ലാഹിബിൻ അബി റബിയക്കും അംറുബിൻ ആസിനും ഏറ്റവും ദേഷ്യം ഉണ്ടായിരുന്ന കാര്യം എന്താ വെച്ചാൽ ഈ മുസ്ലിമീങ്ങളുടെ സംസാരം ആര് കേൾക്കുന്നുള്ളതായിരുന്നു? നജ്ജാശി മുസ്ലിമുകളുടെ സംസാരം കേൾക്കുക എന്നായിരുന്നു ഇവർക്ക് ഏറ്റവും വെറുപ്പുണ്ടാക്കിയ കാര്യം. അഥവാ മുസ്ലിങ്ങൾ സംസാരിച്ചാൽ എന്താകും? നജ്ജാശി എന്താകും? ഇസ്ലാമിലേക്ക് വരും. അതുകൊണ്ട് മുസ്ലിങ്ങൾ ഒരിക്കലും നജ്ജാശിയോട് സംസാരിക്കരുത് എന്നായിരുന്നു ഇവരുടെ ആവശ്യം. അതാണ് പറഞ്ഞത്. വലം യക്കുൻ ഷൈഉൻ അബ്ഗളു ഇലാ അബ്ദുല്ലാഹിബ്ൻ അബി റബിയ വ അംറു ബിൻ ആസ്. അംറു ബിൻ ആസിനും അബ്ദുല്ലാഹി റബിയക്കും ഏറ്റവും ദേഷ്യമുള്ള ഒരു വസ്തുവും ഉണ്ടായിട്ടില്ല. എന്തിനേക്കാൾ? മിൻ അൻ യസ്മഅ കലാമുഹും നജ്ജാശി, മുസ്ലിമീങ്ങളുടെ സംസാരം നജ്ജാശി കേൾക്കുക എന്നതിനപ്പുറത്തേക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യം വേറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യം എന്താ വെച്ചാൽ മുസ്ലിമുകളുടെ സംസാരം ആര് കേൾക്കുക എന്നുള്ളതായിരുന്നു? നജ്ജാശി കേൾക്കുക എന്നായിരുന്നു ഇവർക്ക് ഏറ്റവും വലിയ ദേഷ്യം ഉണ്ടാക്കിയ കാര്യം. ഫഖാലത്ത് ബത്താരിഖത്തുഹു, അവർ പറഞ്ഞു, ബത്താരിഖത്തുഹു അദ്ദേഹത്തിന് നജ്ജാശിയുടെ മന്ത്രിമാർ പറഞ്ഞു, ഹൗലഹു അദ്ദേഹത്തിന് ചുറ്റുമുണ്ടായിരുന്ന മന്ത്രിമാർ പറഞ്ഞു, എന്താ പറഞ്ഞത്? സ്വദഖ, ഇവർ രണ്ടുപേരും പറഞ്ഞത് എന്താണ്? സത്യമാണ്. അയ്യുഹൽ മലിക്, ഓ രാജാവേ, ഇവർ പറഞ്ഞത് രണ്ടുപേരും പറഞ്ഞത് സത്യമായിരിക്കുന്നു. ഖൗമുഹും, ഇവരുടെ സമൂഹം, ആലാമിബിഹിം ഐന, അവരിൽ ഏറ്റവും ശ്രേഷ്ഠരാണ്. വ ആലമിമ ആബു അലഹിം, അവർ ചെയ്തു കൂട്ടിയ തെറ്റുകളെല്ലാം അറിയുന്നവരുമാണ്. ഫസ്ലിംഹും, അതുകൊണ്ട് എന്താകണം? നിങ്ങൾ രാജാവെ, നിങ്ങൾ എന്താകണം? ആ മുസ്ലിമീങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കണം. ഇലൈഹിമ, ഈ രണ്ട് വന്ന അബ്ദുല്ലാഹി റബിയക്കും അംറു ബിൻ ആസിനും എന്താകണം? അവരെ ഏൽപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. ഫൽ യറുദ്ദാഹും, അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്താൽ ഫൽ യറുദ്ദാഹും, അവർ രണ്ടുപേരും ആ മുസ്ലിമീങ്ങൾ എന്താകും? തിരിച്ചു കൊണ്ടുപോകും. ഇലാ ബിലാദിഹിം വ ഖൗമിഹിം, അവരുടെ നാട്ടിലേക്കും അവരുടെ സമൂഹത്തിലേക്കും എന്താകും? തിരിച്ചു കൊണ്ടുപോകും. അതുകൊണ്ട് നിങ്ങൾ എന്താക്കണം? ഓലെ ഏൽപ്പിച്ചു കൊടുക്കണം എന്നായിരുന്നു. ഫാലിബൻ നജ്ജാശി എന്തായി? ആകെ ദേഷ്യപ്പെട്ടു. സുമ്മക്കാല, എന്നിട്ട് പറഞ്ഞു, ലാ വല്ലാഹ്, ഇല്ല, ഒരിക്കലും ഞാൻ തരൂല. ലാ ഉസല്ലിമുഹും, ഞാൻ ഒരിക്കലും അവരെ ഏൽപ്പിക്കുകയില്ല. ഇലൈഹിമ, നിങ്ങൾ രണ്ടുപേരിലേക്ക് എന്താകില്ല, ഒരിക്കലും ഞാൻ അവരെ ഏൽപ്പിക്കില്ല. മുസ്ലിമീങ്ങളെ ഒരിക്കലും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരില്ല. വലാ യക്കാദ് ഖൗമുൻ ജാവറൂനി, ഒരു സമൂഹമായിക്കൊണ്ടേയിരിക്കും. എങ്ങനത്തെ സമൂഹമാണ്? ജാവറൂനി, അവർ എൻ്റെ ചാരത്തേക്ക് വന്നു. വനസൽ, അവർ ഇറങ്ങി. ബിലാദി, എൻ്റെ നാട്ടിലെന്തായി? അവർ ഇറങ്ങി. വഖ്താറൂനി, എന്നെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അലാമൻ സിവ, എന്നെ അല്ലാതെ മറ്റുള്ളവരാരെയും തിരഞ്ഞെടുക്കാതെ മറ്റുള്ളവരുടെ മേൽ എന്നെ തിരഞ്ഞെടുത്തു. അങ്ങനത്തെ ഒരു സമൂഹമായിക്കൊണ്ടേയിരിക്കും. ഹത്ത അദ്ഉഹും, അങ്ങനെ ഞാൻ എന്തായി? അവരെ വിളിക്കുകയും ചെയ്തു. അപ്പോൾ അസ്അലുഹും, എന്താക്കില്ല, അങ്ങനത്തെ സമൂഹമായിക്കൊണ്ടേയിരിക്കും. അങ്ങനത്തെ സമൂഹത്തെ ഒരിക്കലും എന്താക്കില്ല, ഞാൻ നിങ്ങളിലേക്ക് ഏൽപ്പിക്കുകയില്ല. ഏതുവരെ? ഹത്ത അദ്ഉഹും, നാം അവരെ വിളിക്കുന്നത് വരെ. എന്നിട്ട് ഫസ്അലുഹും, എന്നിട്ട് അവരോട് ചോദിക്കും. അമ്മ യഖൂൽ ഹാദാനി ഫി അംരിഹിം, ഈ രണ്ട് മണങ്ങന്മാർ, ഈ രണ്ട് പേര് പറയുന്ന കാര്യങ്ങൾ എന്താകും? അവരോട് ചോദിക്കും. ആ മുസ്ലിമുകളെന്താകും? നാം ചോദിക്കും. ഫഇൻ കാനു, അവരാണെങ്കിൽ കമാ യഖൂലാനി, ആ രണ്ട് പഹന്മാർ പറഞ്ഞ പോലത്തെ ആളുകളാണെങ്കിൽ അസ്ലംതുഹും ഇലൈഹിം, ഞാൻ എന്താകും? ആ മുസ്ലിമീങ്ങളെ ഏൽപ്പിക്കും. ഇലൈഹിം, അവരിലേക്ക്. അതായത് ഇവർ പറഞ്ഞ കുറേ പൊട്ടത്തരങ്ങളുണ്ടല്ലോ, ഇവരെ പറ്റിച്ചു, ആ മുസ്ലിമീങ്ങൾ എന്തായി ഓലെ മതം വിട്ടു പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, ആ കാര്യങ്ങളൊക്കെ സത്യമാണെങ്കിൽ എന്താകും? ഞാൻ ആ മുസ്ലിമീങ്ങളെ ഇവരിലേക്ക് ഏൽപ്പിക്കും. വറദത്തുഹും, എന്താകും? ഞാൻ അവരെ വിളിക്കും, തിരിച്ചു കൊണ്ടുപോകും. ഇലാ ഖൗമിഹിം, അവരുടെ സമൂഹത്തിലേക്ക് എന്താകും? തിരിച്ചു കൊണ്ടുപോകും. വഇൻ കാനു വറദാലിക, അതല്ല ഇവർ പറഞ്ഞത് കളവാണെങ്കിൽ, മുസ്ലിങ്ങൾ നല്ലവരാണെങ്കിൽ, മനാത്തുഹും, നാം അവരെ തടയും. മിൻഹുമ, നിങ്ങൾ നിന്നും. അതായത് എന്താകും? ഒരിക്കലും അവരെ ഞാൻ നിനക്ക് തരില്ല. വ അഹ്സൻതു ജിവാറുഹും, എന്താകും? ഞാൻ നന്നാക്കും. ജിവാറുഹും, അവരുടെ സഹവാസത്തെ. മാ ജാവറുൻ, അവർ എന്നോട് എത്രമാത്രം സഹവസിച്ചോ അതിലേറെ കൂടുതൽ എന്താകും? നാം അവരോട് സഹവസിക്കും എന്നെന്തായി? രാജാവ് അവരോട് പറഞ്ഞു. ഇങ്ങനെ മുസ്ലിങ്ങളെ വെറുതെ എന്താകും? ഒരിക്കലും വിട്ടുതരില്ല. കാര്യങ്ങൾ ചർച്ച ചെയ്ത് നിങ്ങൾ പറഞ്ഞ പോലെയാണ് കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ മാത്രമേ എന്താവുള്ളൂ? നിങ്ങൾക്ക് വിട്ടുതരികയുള്ളൂ. അല്ല, അവർ നല്ലവരാണെങ്കിൽ ഒരിക്കലും എന്താകൂല, നിങ്ങൾക്ക് ഞാൻ വിട്ടുതരില്ല എന്ന് രാജാവ് കനപ്പിച്ചു പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഇപ്പോൾ കഥ ഉള്ളത്. ഇപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സിനൊക്കെ ആയിട്ട് എടുക്കാം. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക, അർത്ഥം കൃത്യമായി മനസ്സിലാക്കുക, നോട്ട്ബുക്കിലെല്ലാം അർത്ഥം എഴുതുക കേട്ടോ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.